കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഫോക്കസ് ഏരിയയുടെ 18ാമത്തെ ക്ലാസ് ആണിത്. എല്ലാ ഫോക്കസ് ഏരിയ ക്ലാസ്സുകളും കൃത്യമായി കാണുകയും പഠിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ചില ക്ലാസ്സുകൾ നമ്മുടെ പഴയ വീഡിയോസിൽ നിന്ന് എടുത്ത് കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ A+ ഗ്യാരണ്ടി പറയുകയാണ്, യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് 2 കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. ആദ്യം പ്രധാനപ്പെട്ടതായ 2 നിർമ്മിതികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ 2 നിർമ്മിതികളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്, ചോദ്യം കണ്ടാൽ ഏകദേശം 2 ചോദ്യങ്ങളും ഒരേപോലെ ഇരിക്കും. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള 2 തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. 2 ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ് ശ്രദ്ധയോടെ പഠിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ ചോദ്യം ഒന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഡ്രോ ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾ A 70 ഡിഗ്രി, ആംഗിൾ B 60 ഡിഗ്രി, AB is equal to 6 centimeter. Draw its incircle and measure the radius of incircle. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ഈ ചോദ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം, ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുക, ദെൻ ഡ്രോ ഇറ്റ്സ് ഇൻസർക്കിൾ. ത്രികോണം വരച്ചിട്ട് അതിൻ്റെ അന്തർവൃത്തം വരയ്ക്കുക. അതാണ് ഒന്നാമത്തെ ചോദ്യം. ത്രികോണം ABC-യിൽ കോൺ A 70 ഡിഗ്രി, കോൺ B 60 ഡിഗ്രി, AB 6 സെന്റിമീറ്റർ ആയ ത്രികോണം വരയ്ക്കുക, എന്നിട്ട് ത്രികോണത്തിന്റെ അന്തർവൃത്തം നിർമ്മിക്കുക എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് അന്തർവൃത്തത്തിന്റെ ആരവും അളന്നെഴുതണം. ഇൻ റേഡിയസ് ഓഫ് ഇൻ സർക്കിളും നമ്മൾ അളന്നെഴുതുക. അപ്പൊ ഈ ചോദ്യത്തില് നമ്മൾ വരയ്ക്കുന്ന സർക്കിൾ ഈ ട്രയാങ്കിളിനകത്ത് വരും. അതായത് ടാൻജൻസ് ആയിട്ട് വരും. എന്ത്? ട്രയാങ്കിളിന്റെ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബിക്കംസ് ദ ടാൻജൻസ് ടു ദ സർക്കിൾ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു, ട്രയാങ്കിളിനകത്ത് ഒരു സർക്കിൾ ഇങ്ങനെ വരും. ഇതാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ട്രയാങ്കിളിന്റെ വശങ്ങൾ 3ഉം എന്തായിട്ട് വരും? സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ട് വരും. മനസ്സിലായല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. റേഡിയസ് ഓഫ് ആൻ ഇൻസർക്കിൾ ടു എ ട്രയാങ്കിൾ ഈസ് 3 സെന്റിമീറ്റർ. 2 angles of this triangle is 55 degree. Draw this triangle. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചോദ്യം കണ്ടാൽ നമ്മൾ ഏത് വരയ്ക്കണം? ആദ്യം ഡ്രോ ദ സർക്കിൾ ഫസ്റ്റ്. റേഡിയസ് ഓഫ് ആൻ ഇൻസർക്കിൾ ടു എ ട്രയാങ്കിൾ ഈസ് 3 സെന്റിമീറ്റർ. സർക്കിളിന്റെ റേഡിയസ്, ഒരു ട്രയാങ്കിളിന്റെ ഇൻസർക്കിളായിട്ട് വരുന്ന, അന്തർവൃത്തമായിട്ട് വരുന്ന വൃത്തത്തിന്റെ ആരം, റേഡിയസ് 3 സെന്റിമീറ്റർ തന്നിരിക്കുന്നു. സോ ഫസ്റ്റ് ഡ്രോ ദ സർക്കിൾ. വൃത്തം ആദ്യം വരയ്ക്കുക. ദെൻ 2 angles of this triangle is 55 degree and 65 degree. Draw this triangle. അതിനുശേഷം വേണം ത്രികോണം വരയ്ക്കാൻ. അപ്പോഴും ഫിഗർ ഇതുപോലെ തന്നെ ഇരിക്കും. എന്ത്? ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് ഇൻസർക്കിൾ. മനസ്സിലായല്ലോ? 2 തമ്മിലുള്ള വ്യത്യാസം വരച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾ A 70 ഡിഗ്രി, ആംഗിൾ B 60 ഡിഗ്രി, AB 6 സെന്റിമീറ്റർ. ഇങ്ങനെ ഒരു ത്രികോണം ആദ്യം വരയ്ക്കാൻ പറഞ്ഞാൽ ത്രികോണത്തിന്റെ നിർമ്മിതി നിങ്ങൾക്കറിയാം. 2 കോണുകളും അവയുടെ ഉള്ളിലുള്ള വശവും തന്നാൽ, അല്ലെങ്കിൽ ഒരു കോണും 2 വശങ്ങളും തന്നാൽ, അല്ലെങ്കിൽ 3 വശങ്ങൾ തന്നാൽ, 3 sides of a triangle are given. എങ്ങനെയാണെങ്കിലും ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്കറിയാലോ, പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ട്രയാങ്കിൾ ABC വിത്ത് AB 6 സെന്റിമീറ്റർ. സോ ഫസ്റ്റ് ഡ്രോ ദ ലൈൻ AB 6 സെന്റിമീറ്ററിൽ വരച്ചു. AB 6 സെന്റിമീറ്റർ വരച്ചു. ഇനി എന്താ? ആംഗിൾ A is equal to 70 ഡിഗ്രി. സോ യൂസിങ് പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 70 ഡിഗ്രിയിൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യും. ദെൻ ആംഗിൾ B is equal to 60 ഡിഗ്രി. ബിയിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി, ഇവിടെ നിന്ന് 60 ഡിഗ്രിയിൽ നമ്മൾ മാർക്ക് ചെയ്യും. ദെൻ ഇവിടെ നിന്ന് നീട്ടി വരയ്ക്കും, ഇവിടെ നിന്ന് നീട്ടി വരയ്ക്കും. ഈ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് അറിവുള്ളതാണ് അല്ലെ? 60യും 70യും ഡിഗ്രി മെഷറുകൾ എടുത്തിട്ട് ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു. ഇവിടെ നിന്ന് നീട്ടി വരച്ചു. ഇവിടെ നിന്ന് 60യിൽ ഇവിടെ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നീട്ടി വരച്ചപ്പോൾ 2ഉം കൂടെ കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് സർക്കിളിന്റെ 3rd വേർട്ടെക്സ് അഥവാ C എന്ന് പറയുന്ന പോയിന്റ്. ഇത് നമുക്ക് അറിവുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ
ആംഗിൾ മെഷർ ചെയ്യാൻ പോകുന്ന 70 എന്ന് പറയുന്നത് 70 എന്ന് പറയുന്ന ആംഗിള് ഇവിടത്തെ 0 മുതൽ എണ്ണി വരണം. 0, 10, 20, 30, 40, 50, 60, 70. അല്ലാതെ 70 എന്ന് കാണുന്നിടത്ത് കൊണ്ട് കുത്തരുത്. ഇവിടെ ഒരു 70 കൂടി കിട്ടും, ഇവിടെ ഒരു 70 ഉണ്ട്. അല്ല, ഈ നമ്മൾ എവിടെയാണോ വര വരച്ചിരിക്കുന്നത് ആ ലൈനിലെ 0 മുതൽ കൗണ്ട് ചെയ്ത് 70 വരെ എത്തണം. അതുപോലെ ഈ ബിയിൽ ആംഗിൾ ബി 60 വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ആംഗിൾ ബിയിൽ നമ്മൾ പ്രൊട്രാക്ടർ വെക്കുമല്ലോ. ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നാണോ എണ്ണുക? അല്ല, അവിടുത്തെ 0 മുതലല്ല, ഈ ലൈനിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പ്രൊട്രാക്ടർ. അപ്പോൾ ഈ ലൈനിലെ 0 മുതൽ 0, 10, 20, 30, 40, 50, 60 അങ്ങനെ വേണം എണ്ണി വരാൻ. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് അറിവുള്ളതാണ് എങ്കിലും ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ട്രയാങ്കിൾ കിട്ടി. സോ ഫസ്റ്റ് ഡ്രോ ദ ട്രയാങ്കിൾ. ആദ്യം നമ്മൾ ആംഗിൾ 70, ആംഗിൾ ബി 60, എ ബി 6 സെന്റിമീറ്റർ ഉള്ള ത്രികോണം വരച്ചു. 3 വശങ്ങളുള്ള ത്രികോണമാണ് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു. ദെൻ യൂസിങ് കോമ്പസ് അടുത്ത സൈഡ് നമ്മൾ ആർക്ക് വരച്ച് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ വരയ്ക്കും. അപ്പോൾ ട്രയാങ്കിൾ വരച്ചു. എന്നിട്ട് ഇതിന്റെ ഇൻസർക്കിൾ വരയ്ക്കാനാണ് അടുത്ത ചോദ്യം. അതായത് ഈ ട്രയാങ്കിളിനകത്ത് ഇതുപോലെ ഒരു സർക്കിൾ വരണം. അതിനുവേണ്ടി ശ്രദ്ധിക്കുക, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. എന്താണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്? ഡ്രോ ദ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി. എയുടെയും ബിയുടെയും കോൺ സമഭാജികൾ വരയ്ക്കുക. എങ്ങനെയാ കോൺ സമഭാജി വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം. എയിൽ കോമ്പസ് കുത്തി, എയുടെ കോൺ സമഭാജി ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ എയിൽ കോമ്പസ് കുത്തിയിട്ട്, എവിടെ? എയിൽ കോമ്പസ് കുത്തിയിട്ട് ഇഷ്ടമുള്ള ഒരു റേഡിയസ്, പക്ഷേ അത് ഒരുപാട് ചെറുതാക്കി കളയരുത്, പൊടിയാക്കി കളയരുത്. ചിലര് ഇത്രയും വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ്. അങ്ങനെ വരയ്ക്കരുത്. ഇൻസർക്കിൾ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോമ്പസ് അല്പം വലുതാക്കിയിട്ട് എയിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ റേഡിയസിൽ ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. എന്താ ചെയ്യാൻ പോകുന്നത്? എയുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നു. നിങ്ങൾ കൂടെ വരച്ചു വരിക. എന്ത് ചെയ്യുക? എയിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു, സെയിം റേഡിയസിൽ ഇവിടെയും വരച്ചു. ഇഷ്ടമുള്ള മെഷറാണ് എടുത്തത്, പക്ഷെ ചെറുതായി പോകരുത്. മനസ്സിലായല്ലോ? ഇനി അതുപോലെ തന്നെ ബിയുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. അതിനുവേണ്ടി ബിയിൽ കോമ്പസ് കുത്തി, സെയിം റേഡിയസ് വേണമെന്നില്ല, വേറൊരു അളവെടുക്കാം. ബിയിൽ കോമ്പസ് കുത്തി വേറൊരു അളവെടുക്കാം, പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതായി പോകരുത്. ബിയിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു, അതേ റേഡിയസിൽ ഇവിടെയും ആർക്ക് വരച്ചു. കാണുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ. ബിയിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു, അതേ മെഷറിൽ ഇവിടെയും ആർക്ക് വരച്ചു. അപ്പോൾ ഇവിടെ വരച്ച മെഷർ ആകണമെന്നില്ല ഇവിടെ വരയ്ക്കുന്നത്, പക്ഷേ എയിൽ കോമ്പസ് കുത്തി വരയ്ക്കുന്ന 2 മെഷറുകളും സെയിം ആയിരിക്കണം. ബിയിൽ കോമ്പസ് കുത്തി വരയ്ക്കുന്ന 2 ആർക്കുകളും സെയിം റേഡിയസിൽ ആയിരിക്കണം. അപ്പോൾ എവിടെ കിട്ടി? ഇവിടെയും ഇവിടെയും ഫസ്റ്റത്തെ, സെക്കൻഡിന്റെ ഇവിടെയും കിട്ടി, ഇവിടെയും കിട്ടി. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് വീണ്ടും ഈ എയുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ എയിൽ കോമ്പസ് കുത്തി നമ്മൾ വരച്ചെടുത്ത 2 ആർക്കുകൾ ഉണ്ടല്ലോ, ആ 2 ആർക്കുകളിലും കോമ്പസ് കുത്തണം. ഇവിടെ കോമ്പസ് കുത്തി കോമ്പസ് വലുതാക്കുക, കോമ്പസ് കുറച്ചുകൂടി വലുതാക്കി ട്രയാങ്കിളിന് പുറത്തേക്ക് പോയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിനകത്ത് കുറെ ആർക്കുകളായിട്ട് വന്ന് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഈ ഫസ്റ്റ് ആർക്കില്, ഇവിടെ ഫസ്റ്റ് എടുത്ത ആർക്കില്, എയിൽ നിന്ന് എടുത്ത ഫസ്റ്റ് എടുത്ത ആർക്കിൽ കോമ്പസ് കുത്തിയിട്ട് ഈ ട്രയാങ്കിളിന് പുറത്ത് ഒരു ആർക്ക് വരയ്ക്കുക. മനസ്സിലായല്ലോ? ഈ ഇവിടെ കുത്തി ട്രയാങ്കിളിന് പുറത്ത് ഒരു ആർക്ക് വരച്ചു. അതേ മെഷറില് ഇവിടെയും കോമ്പസ് കുത്തി, ഇവിടെ കോമ്പസ് കുത്തി ഈ ആർക്കിനെ കട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്ന മെത്തേഡാണ്. അപ്പോൾ ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെയും കോമ്പസ് കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പോൾ 2 ആർക്കും കൂടെ കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് എയിൽ നിന്ന് ജോയിൻ ചെയ്ത് വരച്ചാൽ എവിടെ കൂടി പോവും? ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഇൻസെന്ററിൽ കൂടി പോകുന്ന ഒരു ലൈനാണ്. ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. അതെന്ത് സാധനമാ? ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ. സെയിം മെത്തേഡില് ബിയുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം. എങ്ങനെയാണ് നമ്മൾ വരച്ചത്? ആദ്യം ബിയിൽ കോമ്പസ് കുത്തി നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരച്ചു, സെയിം റേഡിയസിൽ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഈ ആർക്കും നമ്മൾ വരച്ച ഇരിപ്പുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ആദ്യത്തെ ആർക്കിൽ കോമ്പസ് കുത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പസ് അല്പം വലുതാക്കുക. ട്രയാങ്കിളിന് പുറത്തു പോയാൽ അത്രയും നല്ലത്. ട്രയാങ്കിളിന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുക.
എന്നിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ആ ആർക്കൊന്ന് കട്ട് ചെയ്യുക. ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ കോമ്പസ് കുത്തി ഈ ആർക്കിനെ കട്ട് ചെയ്തു. നിങ്ങൾ വരച്ചു പോരുന്നുണ്ടല്ലോ, ശ്രദ്ധയോടെ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്ത്, ബിയുടെ ആംഗിൾ ബൈസെക്ടർ, ബി എന്ന ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കാൻ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. സെയിം റേഡിയസിൽ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് സെയിം റേഡിയസിൽ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അപ്പോൾ രണ്ട് ആർക്കുകൾ ഇവിടെ കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത് കിട്ടിയ പോയിന്റും ബിയും കൂടെ ജോയിൻ ചെയ്യുക. ബിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. ഇപ്പോൾ കിട്ടിയ എന്താണ്? ഇപ്പോൾ കിട്ടിയത് ബിയുടെ ആംഗിൾ ബൈസെക്ടർ ആണ്. ആംഗിൾ ബിയുടെ ബൈസെക്ടർ. അപ്പോൾ രണ്ടും കൂടി മീറ്റ് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് O അഥവാ സെന്റർ ഓഫ് ദി ഇൻസർക്കിൾ. ഈ സർക്കിളിന്റെ സെന്റർ ആണ് കിട്ടിയത്. ഇനി ഈ സെന്ററിൽ കുത്തിക്കൊണ്ടൊരു സർക്കിള് വരയ്ക്കണം. പക്ഷെ ആ സർക്കിള് എവിടെ? ഈ മൂന്ന് വശങ്ങളിലും കൂടെ ടച്ച് ചെയ്ത് പോകണം, ഇങ്ങനെ പോകണം. അപ്പൊ എന്ത് റേഡിയസ് എടുത്ത് വരയ്ക്കും? ഒരു ഊഹമില്ലാതെ, ഒരു ഐഡിയ ഇല്ലാതെ വെറുതെ എടുത്ത് വരയ്ക്കേണ്ടി വരില്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ വരയ്ക്കാൻ പോകുന്ന സർക്കിളിന്റെ റേഡിയസ് കണ്ടെത്തണം. ആ സർക്കിളിന്റെ റേഡിയസ് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യുക? ഓയിൽ നിന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. എന്താണ്? ഓയിൽ നിന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? അത് പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യുക? ആദ്യം ഓയിൽ കോമ്പസ് കുത്തിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഓയിൽ നിന്ന് എ ബിയിലേക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഈ വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ, ഇത് ടാൻജന്റ് ആണെങ്കിൽ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. ഏതൊക്കെ? ടാൻജന്റ് ആൻഡ് റേഡിയസ് ആർ പെർപെൻഡിക്കുലർ എന്ന് പഠിച്ചു. ആ പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഓയിൽ കോമ്പസ് കുത്തി ഇഷ്ടമുള്ള റേഡിയസ് ആണ് എടുത്തേക്കുന്നത്. ഓയിൽ കോമ്പസ് കുത്തിയിട്ട് എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. എവിടെ? എ ബിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോകുന്നു. അപ്പോൾ എ ബിയുടെ ഇവിടെ ഒരു ആർക്ക് വരച്ചു. സെയിം റേഡിയസിൽ എ ബിയിൽ തന്നെ ഇവിടെ ഒരു ആർക്ക് വരച്ചു. മനസ്സിലായല്ലോ? ഇനി ആർക്ക് വരയ്ക്കുന്ന ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ ഇത്തിരി ലൈൻ നീട്ടിയിട്ട് പുറത്തുമാകാം, കുഴപ്പമില്ല. ഇവിടെയും ആകാം, പ്രശ്നമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. പെർപെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് ഈ പോയിന്റിൽ ഇനി കോമ്പസ് കുത്തുക. ഏത്? ഈ പോയിന്റ്. അവിടെ കോമ്പസ് കുത്തിയിട്ട് കോമ്പസ് ഇത്തിരി വലുതാക്കാം, വ്യത്യാസപ്പെടുത്താം, സെയിം ആകാം, നോ പ്രോബ്ലം. എങ്ങനെയാണെങ്കിലും ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. സെയിം റേഡിയസിൽ രണ്ടും ചെയ്യുന്നതെല്ലാം സെയിം ആയിരിക്കണം. അങ്ങനെ ഓരോ പെയറുകളായിട്ടാണ്. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ ആർക്കിനെ ഇവിടെ കട്ട് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് ഈ ആർക്കിനെ കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും കോമ്പസ് കുത്തി ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നും കുത്തി കിട്ടിയ ആർക്കുകൾ കട്ട് ചെയ്ത പോയിന്റാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് എങ്ങോട്ട് വരയ്ക്കുക? നമ്മൾ ആദ്യം സർക്കിളിന്റെ സെന്റർ ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ, ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ എന്താ കിട്ടിയത്? O മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ട്രയാങ്കിളിന്റെ ഈ പോയിന്റ് വരെയുള്ള, അതിനെ P എന്ന് വിളിക്കുകയാണെങ്കിൽ OP is the radius of the incircle. മെഷർ ദ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ എന്നുണ്ടല്ലോ ചോദ്യം. OP is the radius of the incircle. അപ്പൊ എന്ത് ചെയ്യുക? ഈ OP, O മുതൽ P വരെയുള്ള ഈ അകലം, O മുതൽ P വരെയുള്ള അകലം കണ്ടോ? ഇതെന്താണ്? റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ. O മുതൽ P വരെയുള്ള ഈ അകലം കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുക. ഈ വരയ്ക്കുന്ന സർക്കിള് ഇത് കണ്ടോ? ഈ പോയിന്റിൽ വരെയുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റ് എന്ന് വെച്ചാൽ സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസും ഈ സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതായത് ഈ ഓയിൽ കോമ്പസ് കുത്തി ഒരു സർക്കിൾ വരച്ചാലുണ്ടല്ലോ, ആ സർക്കിള് ഈ പോയിന്റിൽ കൂടി കടന്നു പോവും. പിന്നെ ഈ പോയിന്റ് വേണമെന്നില്ല കേട്ടോ, പക്ഷെ ഈ സർക്കിളിനെ ടച്ച് ചെയ്ത് പോവും, ഈ ലൈനിനെ ടച്ച് ചെയ്ത് പോവും. ഇനി ഇങ്ങനെ ഇതിനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും, കൃത്യമായിട്ടുള്ള ഒരു സർക്കിൾ കിട്ടും. അപ്പോൾ ഈ സർക്കിൾ ആണ് എന്ത്? ഇൻസർക്കിൾ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇതാണ് ഇൻസർക്കിൾ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ വ്യത്യസ്തമായ ട്രയാങ്കിൾസ് എടുത്ത് വരച്ച് പഠിക്കണം. 5 മാർക്കിന്റെ ഒരു നിർമ്മിതിയാണിത്. ഇത് മറ്റൊരു നിർമ്മിതി. ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്കിനി നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത നിർമ്മിതി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ആദ്യം ചർച്ച ചെയ്തതാണ്. എന്താണ്? ഇതില് given the sides or angles of a triangle to construct. ത്രികോണത്തിന്റെ അളവുകൾ തന്നിരിക്കുകയാണ് ത്രികോണം വരയ്ക്കാനായിട്ട്. Then only construct the circle and measure the radius of incircle.
പക്ഷേ ഇതിലോ ഫസ്റ്റ് ഡ്രോ ദ സർക്കിൾ. എന്തുകൊണ്ടാ? ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഗിവൺ. വൃത്തത്തിന്റെ ആരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ വൃത്തം വരയ്ക്കാം. സർക്കിൾ വരച്ചു. ദെൻ two angles of this triangle is 55 degree, 65 degree. Draw this triangle. ഏത് ട്രയാങ്കിൾ? ഇത് ഇൻസർക്കിൾ ആകത്തക്ക വിധത്തിലുള്ള ഒരു ട്രയാങ്കിൾ. മനസ്സിലായോ? ദേ ഒരു സർക്കിള്, ഈ സർക്കിള് ഇൻസർക്കിൾ ആകത്തക്ക വിധം ഒരു ട്രയാങ്കിള്. ഈ ട്രയാങ്കിളിന്റെ ടു ആംഗിൾസ് ആർ 55 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. ഇതാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോ ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി ഒന്ന് അപ്ലൈ ചെയ്യാലോ. വി ക്യാൻ ഡ്രോ ടു ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സെയിം സർക്കിൾ. ഓക്കെ, ദെൻ ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സെയിം സർക്കിൾ ആർ സെയിം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഈ പ്രോപ്പർട്ടിയുടെ ബാക്കിയായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞു. ടാൻജന്റ് ആൻഡ് റേഡിയസ് ആർ പെർപെൻഡിക്കുലർ. So these two angles are 90 degree each. അല്ലെ, തൊടുവരയും ആരവും പരസ്പരം ലംബങ്ങളാണ്, അതുകൊണ്ട് 90 ഡിഗ്രിയാണ്. ഇത് 55 ആയാൽ ഇതെത്ര എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. എത്ര? 180 മൈനസ് 55 125. പഠിച്ചതോ? ഇതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞേ. ഇത് 65, these two angles are 90 degree. 90 കഴിഞ്ഞ് ബാക്കി 65 കഴിഞ്ഞ് ഇവിടെ എത്രയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. 180 മൈനസ് 65 115. 115. ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. മനസ്സിലായോ? അപ്പോ ഈ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയാവോ? ആദ്യം എന്ത് ചെയ്യുക? ഡ്രോ എ റേഡിയസ്. ആദ്യം വൃത്തകേന്ദ്രത്തിൽ നിന്നും ഒരു ആരം വരയ്ക്കാം, റേഡിയസ് വരയ്ക്കാം. നമ്മളൊരു റേഡിയസ് വരച്ചു. റേഡിയസ് വരച്ചിട്ട് എന്ത് ചെയ്യുക? 125 ഡിഗ്രി പ്രൊട്രാക്ട് എടുത്ത് വരയ്ക്കുക. അപ്പൊ ഈ റേഡിയസ് എങ്ങോട്ട് വരച്ചു? എങ്ങോട്ടും ആയിക്കോട്ടെ, സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് ഒരു റേഡിയസ് അല്ലെ, അത് വരച്ചതിന് ശേഷം ഫസ്റ്റ് ഡ്രോ ആംഗിൾ 125 ഡിഗ്രി. എങ്ങനെയാ 125 ഡിഗ്രി വരയ്ക്കുക? പ്രൊട്രാക്ടർ വെച്ചു. എവിടെ? ഈ ലൈനിൽ വെച്ചു. ഈ ലൈനിലെ 0 മുതൽ എണ്ണി വരണം. ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഈ ലൈനിലാണ് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചേക്കുന്നത്. ഇവിടത്തെ 0, 10, 20 ഇങ്ങനെ എണ്ണി വരുമ്പോൾ 125 ഇവിടെ ആയിട്ട് വരും. കണ്ടോ? 125. ഈ 125 ഡിഗ്രിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒരു റേഡിയസും കൂടി വരച്ച് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഇങ്ങനെ വരയ്ക്കുക. 125 ഡിഗ്രിയിലേക്ക് ഒരു റേഡിയസും കൂടി ഇങ്ങനെ വരച്ചപ്പോ എന്ത് കിട്ടി? ഈ ആംഗിൾ 125 എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇനി അടുത്ത 115 ഡിഗ്രിയുടെ കാര്യം പറഞ്ഞേക്കാം. എങ്ങനെയാണെന്നറിയാലോ? ഇത് 65 ആയതുകൊണ്ട് 115. അതും നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ട് വയ്ക്കുന്നു. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 115 ഡിഗ്രി എടുക്കുന്നത് എവിടെ? ഈ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ 0 മുതൽ എണ്ണി വരിക. എന്നിട്ട് 110, 115. ഇവിടെയാണ് 115. ആ 115ലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്ത് വരച്ചു. 115ലേക്ക് വരച്ചു. അപ്പോൾ ഇത് 115 ഡിഗ്രി. ഇനി എന്ത് ചെയ്യും? ഇനി ഇവിടെന്നും എന്ത് വരയ്ക്കുക? ടാൻജൻസ് വരയ്ക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം പഠിച്ച കൺസ്ട്രക്ഷൻ എന്തായിരുന്നു? ടാൻജന്റ് ത്രൂ എ പോയിന്റ് ഓൺ ദ സർക്കിൾ അല്ലെ. ഒരു സർക്കിളിലെ ഒരു പോയിന്റിൽ കൂടി ടാൻജന്റ് വരയ്ക്കുന്ന മെത്തേഡാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പോൾ ഇവിടെ നിന്നും ഇവിടെയും കൂടിയുള്ള ടാൻജൻസ് വരയ്ക്കാം. എങ്ങനെയാണ് ഇന്നലെ വരച്ചത്? ഇതിന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി പോയിന്റ് ഓഫ് ടാൻജൻസിയിൽ കൂടി. സ്പർശബിന്ദുവിൽ കൂടി ഒരു ലംബം വരച്ചാൽ ഒരു ടാൻജന്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊട്രാക്ട് വയ്ക്കുന്നു. പ്രൊട്രാക്ട് വെച്ചിട്ട് എത്ര ഡിഗ്രി? 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന പോയിന്റിൽ നിന്നും, നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്ത പോയിന്റിൽ നിന്നും ഈ റേഡിയസിന്റെ എൻ പോയിന്റിൽ കൂടി ഒരു ലൈൻ അങ്ങോട്ട് വരച്ചേ. ഈ വരയ്ക്കുന്ന വര ഒരു എന്തായിരിക്കും? ടാൻജന്റ് ആയിരിക്കും. ടാൻജന്റ് മാത്രമാണോ? ട്രയാങ്കിളിന്റെ ഒരു വശം കൂടിയായിരിക്കും ഈ വരുന്ന ലൈൻ. ട്രയാങ്കിളിന്റെ ഒരു സൈഡും കൂടിയായിരിക്കും. ഈ സൈഡാണ്. ദെൻ എഗെയിൻ അടുത്ത കാര്യം എന്താണ്? 115 വരച്ചിരിക്കുന്ന ഈ റേഡിയസ് ഉണ്ടല്ലോ, ഈ റേഡിയസിലും എത്ര ഡിഗ്രി? 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പൊ 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക.
എന്നിട്ട് അവിടെയും നമ്മൾ എന്ത് വരയ്ക്കുക, സൈഡ് ഓഫ് ട്രയാങ്കിൾ ആയിട്ട് വരത്തക്ക വിധത്തിൽ നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെയും ഇവിടെയും ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കും. വരച്ചു. ഇനി ഈ സൈഡൊന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. നമുക്ക് എന്നോ ബി എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം. ഓക്കെ. ഇനി ഒരു സൈഡും കൂടി ഉണ്ടല്ലോ, ആ ട്രയാങ്കിളിന് ഒരു സൈഡും കൂടി ഉണ്ട്. ആ സൈഡ് വരയ്ക്കണമെങ്കിൽ ഈ മെത്തേഡ് തന്നെ, എന്താ, ടാൻജന്റ് ആൻഡ് റേഡിയസ് ആർ പെർപെൻഡിക്കുലർ എന്നുള്ള കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചു, 90 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൂടി, എവിടെ കൂടിയാ, നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ പോയിന്റിൽ കൂടി ഒരു സൈഡ് അഥവാ ടാൻജന്റ് ആയിട്ട് വരുന്നത് വരയ്ക്കുന്നു. നീട്ടി വരച്ചു. കണ്ടോ, ഇത് നീട്ടി വരച്ചത് ഈ ട്രയാങ്കിളിന്റെ സൈഡാണ്. ഇവിടെ മീറ്റ് ചെയ്യുന്നു ബി എന്ന പോയിന്റ്. ഇത് നീട്ടി അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ സി എന്ന പോയിന്റ് കിട്ടി. ABC വരച്ചു വരണം കേട്ടോ. നിങ്ങളും കൂടെ വരയ്ക്കുക. ഒരു പ്രാവശ്യം വരച്ചതിന് ശേഷം തനിയെ മറ്റൊരു ട്രയാങ്കിൾ നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കണം. അപ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആവുകയും. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 125 ആയതുകൊണ്ട് ഇത് 180 മൈനസ് 125 ആയ 55 ആയിരിക്കും. 55 ഡിഗ്രി കിട്ടി. അതുപോലെ തന്നെ ഇത് 65 ഡിഗ്രി കിട്ടി. ഇത് എത്രയും ആകട്ടെ, ബാക്കിയാണ് 180 മൈനസ് ചെയ്ത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇൻസർക്കിൾ ആയിട്ട് വരുന്ന ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ രണ്ട് കൺസ്ട്രക്ഷനും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിരിക്കണേ. അതായത് ഇത് 5 മാർക്കിന്റെ ഒരു ചോദ്യവും ഇത് 3-4 മാർക്കിന്റെ ഒരു ചോദ്യവുമാണ്. ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വീണ്ടും പറയുകയാണ്. ഇവിടെ ഡ്രോ ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾസ് ആൻഡ് സൈഡ്സ് ആർ ഗിവൺ. ഫസ്റ്റ് ഡ്രോ ദ ട്രയാങ്കിൾ, ദെൻ ഡ്രോ ഇറ്റ്സ് ഇൻസർക്കിൾ, മെഷർ ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ. ഈ ചോദ്യം എന്താണ്? റേഡിയസ് ഓഫ് ആൻ ഇൻസർക്കിൾ ടു എ ടാൻജന്റ് triangle is 3 centimeter. Radius of encircle is given. So first draw the circle. Then അതിന്റെ angles of this triangle is 55, 65 ആകത്തക്ക വിധം draw this triangle. ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വരണം. ഇങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യുക? 180 മൈനസ് 55ഉം അതാണ് 125. 180 മൈനസ് 65ഉം അതായത് 115 ഡിഗ്രി എന്ത് ചെയ്തു? റേഡിയസ് എടുത്ത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് രണ്ട് ആംഗിൾസ് വരച്ചു. പിന്നെ 90 ഡിഗ്രി വെച്ച് ടാൻജന്റ് ആൻഡ് റേഡിയസ് ആർ പെർപെൻഡിക്കുലർ എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടാൻജൻസ് വരച്ചു കഴിഞ്ഞപ്പോൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആയിട്ട് മാറി നമ്മുടെ ആൻസറായി. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ ഉറപ്പാണ്. നന്നായിട്ട് പഠിക്കുക, വരച്ചു പഠിക്കുക. താങ്ക് യു.